നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. പ്രളയഭീതി ഒഴിഞ്ഞതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുകയാണ് ജനങ്ങൾ. എന്നാൽ വെള്ളമിറങ്ങിയ വീടുകളിൽ കാത്തിരിക്കുന്നത് മറ്റൊരു ഭീഷണിയാണ്. വെള്ളപ്പൊക്കത്തിൽ അടിയൊഴുക്കിൽപ്പെട്ട് വീടുകളിലും പരിസരങ്ങളിലും എത്തിയ പാമ്പുകളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ആശങ്കയാകുന്നത്. വെള്ളം കയറിയതിനെ തുടർന്ന് ദിവസങ്ങളോളം അടച്ചിട്ടിരുന്ന വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് പാമ്പുകളെ കണ്ടെത്തുന്നത്. അണലി, മൂർഖൻ തുടങ്ങിയ വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവയെ വീടിനുള്ളിൽ നിന്ന് പോലും പിടികൂടുന്നുണ്ട്. വിറകുപുരകൾ, തൊഴുത്തുകൾ, മാലിന്യ കൂമ്പാരങ്ങൾ, അലമാരകൾക്കടിയിലും മറ്റും ഇരുണ്ട ഇടങ്ങളിലുമാണ് പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യത. വീടുകൾ വൃത്തിയാക്കാൻ പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വനം വകുപ്പുകൾ മുന്നറിയിപ്പ് നൽകുന്നു. അടഞ്ഞിടക്കുന്ന വീടുകളിലേക്ക് വെളിച്ചമില്ലാതെ പ്രവേശിക്കരുത്. ടോർച്ചോ മറ്റ് വെളിച്ച സംവിധാനങ്ങളോ ഉപയോഗിച്ച ശേഷം മാത്രമേ മുറികളിലേക്ക് പ്രവേശിക്കാവൂ. നിലത്ത് കിടക്കുന്ന വസ്ത്രങ്ങൾ, പെട്ടികൾ, പാത്രങ്ങൾ തുടങ്ങിയവ കൈകൊണ്ട് നേരിട്ട് എടുക്കാതിരിക്കുകയും നീളമുള്ള വടി ഉപയോഗിച്ച് പരിശോധിച്ച ശേഷം മാത്രം കൈകാര്യം ചെയ്യുകയും വേണം. വിറകുപുരകളും വീടിന് ചുറ്റുമുള്ള മാലിന്യ കൂമ്പാരങ്ങളും വൃത്തിയാക്കുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം. വീടുകളിലോ പരിസരങ്ങളിലോ പാമ്പിനെ കണ്ടാൽ പരിഭ്രാന്തരാകാതെ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് വഴി സഹായം തേടാം. പാമ്പിനെ സ്വയം പിടികൂടാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. പാമ്പ് കടിയേറ്റാൽ സമയം കളയാതെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ആവശ്യത്തിന് ആന്റി സ്നേക്ക് വെനം ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്.